This program brought to you by कल्याण ज्वेलर्स, अब ओक ट्री रोड, न्यू जर्सी में. Lawson Travels, where experience meets excellence. ലക്ഷ്മി സിൽക്സ്, TB റോഡ്, കോട്ടയം. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് യൂസ് ഓൺ എനി ഓഫ് യുവർ സ്ട്രീമിംഗ് ഡിവൈസ് ഓർ ഇൻ സ്മാർട്ട് ടെലിവിഷൻ. യുകെയിൽ OECC ലിവർപൂൾ യൂണിറ്റ് രൂപീകരിച്ചു. പീറ്റർ പൈനാടത്ത് പ്രസിഡന്റ്, ബ്ലെസൻ രാജൻ ജനറൽ സെക്രട്ടറി, ജോഷി ജോസഫ് ട്രഷറർ. യുകെയിലുടനീളം പ്രവർത്തന അടിത്തറ വിപുലപ്പെടുത്തി OSCC UK. ശനിയാഴ്ച സംഘടനയുടെ ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണത്തോടെ യുകെയിലെ പ്രവർത്തന കുതിപ്പിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയിരിക്കുകയാണ് OSCCയുടെ UK ഘടകം. അടുത്ത 3 മാസം കൊണ്ട് യുകെയിലുടനീളം ചെറുതും വലുതുമായ യൂണിറ്റുകൾ രൂപീകരിച്ചും ഇപ്പോഴുള്ളവ പുനഃസംഘടിപ്പിച്ചുകൊണ്ടും OSCCയുടെ പ്രവർത്തനം രാജ്യമാകെ വ്യാപിപ്പിക്കുക എന്ന ചരിത്രപ്രധാനമായ ദൗത്യമാണ് KPCC നേതൃത്വം OSCCയുടെ പുതിയ നാഷണൽ കമ്മിറ്റിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. കലാ, കായിക, സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യമായ ലിവർപൂൾ മലയാളി സമൂഹത്തെ പ്രതിനിധീകരിച്ച് OSCCയുടേതായി ഒരു യൂണിറ്റ് രൂപീകരിക്കാനായത് സംഘടനയോട് മലയാളി സമൂഹത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മറ്റൊരു ഉദാഹരണമായി. കൊച്ചി UK എയർ ഇന്ത്യ വിമാന സർവീസുകൾ നിർത്തലാക്കുന്നു എന്ന വാർത്ത പരന്ന ഉടൻ OSCC വിഷയത്തിൽ ഇടപെട്ടതും മലയാളി സമൂഹത്തിൻ്റെ ഇടയിൽ സംഘടനയുടെ പേരും വിശ്വസ്തതയും ഉയർത്തിയിരുന്നു. ശനിയാഴ്ച സംഘടിപ്പിച്ച ലിവർപൂൾ യൂണിറ്റിന്റെ രൂപീകരണ സമ്മേളനം OSCC നാഷണൽ പ്രസിഡന്റ് ഷൈനു ക്ലെയർ മാത്യൂസ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ വക്താവ് റോമി കുര്യാക്കോസ് യോഗ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലിവർപൂൾ യൂണിറ്റിനെ പ്രതിനിധീകരിച്ച് പീറ്റർ പൈനാടത്ത്, ജിറിൽ ജോർജ്, ബ്ലെസൻ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. എല്ലാ ഭാരവാഹികളും ഐക്യകണ്ഠമായാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റ് പീറ്റർ പൈനാടത്ത്, വൈസ് പ്രസിഡന്റുമാരായി ജിറിൽ ജോർജ്, ഡെയ്സി ഡാനിയൽ, ജനറൽ സെക്രട്ടറിയായി ബ്ലെസൻ രാജൻ, ജോയിന്റ് സെക്രട്ടറിയായി റോഷൻ മാത്യു, ട്രഷററായി ജോഷി ജോസഫ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.